ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ക്രീമി ആയിട്ടുള്ള ഫില്ലിങ് വെച്ചിട്ട് രണ്ട് രീതിയിലുള്ള സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഗിവ് അവേയുടെ ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. അപ്പോൾ ഇതുവരെ കമൻറ്റ് ചെയ്തവരൊക്കെ എല്ലാ വീഡിയോസിനും കമൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഫില്ലിങ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വലിയൊരു ഉള്ളി ചെറുതായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വെന്തുടേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി. ഇനി ഇതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അതേപോലെ ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് ചിക്കനിലേക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വൈറ്റ് സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ അതിന് പകരം നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റായ ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഫ്ലെയിമിൽ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മൈദ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇത് കുറച്ച് സമയം ഇതേപോലെ ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തത് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് അടിയിൽ പിടിക്കും. എന്നിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഇത് കുറുക്കിയെടുക്കുമ്പോഴും ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ സോസിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള തവിയിൽ സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ വിരൽ വെച്ചോ ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് ആ ഒരു അടയാളം അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൽ കൂടുതൽ കുറുകാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് ചൂടാറുമ്പോൾ അല്പം കൂടി തിക്കായിട്ടാണ് വരിക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ഫില്ലിങ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കൊന്ന് മാവ് കുഴച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്തിട്ട് സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാം. അങ്ങനെ ഇതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് 2 ബോളാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ചപ്പാത്തിയുടെ ആ ഒരു തിക്നെസ്സിൽ ഇത് പരത്തിയെടുക്കാം. അതിനുശേഷം ഇതേപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൽ ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ബബിൾസ് ആയിട്ട് വരും. അപ്പം നമ്മുടെ സ്നാക്ക് ഒരു കുഴൽ പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അലുമിനിയം ഫോയിൽ ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ 2 അറ്റവും ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതൊരു ഇംഗ്ലീഷ് ചാനലിൽ കണ്ടപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. ഇനി ഓരോന്നും എടുത്തിട്ട് ഇതേപോലെ ഈ കുഴലിന് ചുറ്റുമായിട്ട് വെച്ചിട്ട് ഈ അറ്റം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് ഡയറക്റ്റ് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അലുമിനിയം ഫോയിൽ ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ അത്ര ഹെൽത്തി അല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ ഫ്ലവർ പോട്ടൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം.
അങ്ങനെ ഇതിവിടെ ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. അപ്പം ഞാനിങ്ങനെ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വിരൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നൊക്കെ നന്നായിട്ട് തന്നെ വന്നു. പിന്നെ ഓരോന്ന് അതിന് ഹോൾസ് ഒന്നും വരാതെയാണ് വന്നിട്ടുള്ളത്. ഇനി ഫോയിൽ പേപ്പർ അങ്ങ് എടുത്ത് മാറ്റിക്കളയാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഫില്ലിംഗ് ഇതിനുള്ളിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ സെർവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ മാത്രം ഇതേപോലെ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് സോഫ്റ്റായി പോവും. അപ്പോൾ ഫില്ലിംഗ് നിറക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഫില്ലിംഗ് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ നിറച്ച് കൊടുക്കാം. ഇത് നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് വെച്ചിട്ട് തന്നെ ഞാൻ ബ്രെഡിലും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രെഡ് നന്നായിട്ട് പരത്തിയെടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം ഫില്ലിംഗ് ഇതേപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സമോസയുടെ ഷേപ്പിലാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഏത് ഷേപ്പിലും ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് സൈഡിൽ വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ മൈദ പേസ്റ്റ് വെച്ചോ നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് മുട്ടയിലും ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏതിലാണ് കൂടുതൽ ടേസ്റ്റി എന്നൊന്നും പറയാൻ പറ്റില്ല. രണ്ടിലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.